സാറ് സീരിയൽ കാണുമോ? ഞാൻ കാണാറില്ല. ഒരു കാലത്ത് കണ്ടിരുന്നു. ആ കാലം എന്ന് പറയുന്നത് ഈ ഇന്നത്തെ പോലെ ചാനലുകളുടെ ബാഹുല്യം ഒന്നും ഇല്ലാതിരുന്ന ഒരു കാലമുണ്ട്. അതായത് കേരളത്തിൻ്റെ അഭിമാനമായിട്ടുള്ള ദൂരദർശനുള്ള ആയിരുന്നു. അന്ന് ദൂരദർശൻ മാത്രമേ ഉള്ളൂ. നമ്മൾ ടി വി ഒക്കെ കാണാൻ അടുത്ത വീടുകളിലും ഒക്കെ പോകണം. അങ്ങനെ വന്ന അത് വളരെ ആഴ്ചയിൽ 1-2 സീരിയലുകൾ ഒക്കെ ഉള്ളൂ. ഇതെന്താണ് എന്നൊന്ന് അറിയണമല്ലോ. ഇപ്പോൾ ഒരു വീട്ടിൽ തന്നെ എല്ലാവരും കൂടിയിരുന്ന് കാണുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു ബാഹുല്യമായി ഇഷ്ടം പോലെ അങ്ങോട്ട് വരാൻ തുടങ്ങി. വെറും ചവറുകളൊക്കെ. പിന്നെ ഈ സ്വകാര്യ ചാനലുകൾ വന്നതിന് ശേഷം അത് വളരെ ഇത് എന്തുവാ ഈ ചവർ ഉള്ള ഒരു ഫാക്ടറി പോലെ, ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഫാക്ടറി പോലെ ആയി തീർന്നിരിക്കുന്നതാണ് ഈ സീരിയലുകൾ എന്ന് പറയുന്നത്. സാർ, എന്തായാലും ഇപ്പോൾ സീരിയലുമായി ബന്ധപ്പെട്ട് വലിയ വിവാദമാണ് ഉയർന്നു വരുന്നത്. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാർ ഈ സീരിയലിനെതിരെ സംസാരിച്ചിരിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് സമൂഹത്തിലെ എൻഡോസൾഫാൻ കലർത്തുന്നതിന് തുല്യമാണ് സീരിയലുകൾ എന്നാണ് അദ്ദേഹം വലിയ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു ആക്ഷേപം ഉന്നയിക്കാൻ വല്ല കാര്യമുണ്ടോ? പിന്നെ പ്രേംകുമാർ പറഞ്ഞത് കറക്റ്റ് അല്ലേ? പ്രേംകുമാർ എന്ന് പറയുന്ന ആള് നല്ല സെൻസുള്ള ഒരു കക്ഷിയല്ലേ. തൃശ്ശൂർ ഡ്രാമ സ്കൂളിൽ പഠിച്ചിറങ്ങിയ ആളാണ് പ്രേംകുമാർ. ദൂരദർശന്റെ ഒരു ടെലിഫിലിമിലൂടെയാണ് ഈ പ്രേംകുമാർ അങ്ങ് ഹിറ്റാകുന്നത്. ലെംബോ. ഇപ്പോഴും അത് പഴയ ആൾക്കാരൊക്കെ ഇപ്പോഴും അത് ഓർത്തിരിക്കുന്നുണ്ട്. ആ കഥാപാത്രവും അതിൻ്റെ ആ ഒരു പ്രസന്റേഷനും ഒക്കെ തന്നെ. അതായത് നല്ല അഭിനയ പാടവമുള്ള ആളല്ലേ. പിന്നെ ഈ സിനിമയിലെ ഈ കുത്തിത്തിരിപ്പും ഒക്കെ കാരണമൊക്കെ പിന്നീട് അദ്ദേഹത്തിന് അങ്ങോട്ട് അല്പം ഒതുങ്ങേണ്ടി വന്നു. പക്ഷെ ഇപ്പൊ അദ്ദേഹം ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ സ്ഥാനത്തിരിക്കുക. ഒരു ഭാഗ്യത്തിൽ കിട്ടിയതല്ലേ? അത് എനിക്കിപ്പോ അതാണ് സംശയം കേട്ടോ. ഈ രഞ്ജിത്തിനെ പോലുള്ളവരൊക്കെ ഇദ്ദേഹം ഈ പ്രേംകുമാർ പറഞ്ഞ പ്രസ്താവനയെ ആരെങ്കിലും വഴി വളച്ചൊടിപ്പിച്ച് വലിയ വിവാദമാക്കി ഇനിയിപ്പോ ചലച്ചിത്ര മേള തുടങ്ങാൻ ആയിരിക്കുകയാണ്, സമയത്തിയിരിക്കുകയാണ്. അപ്പൊ അതിനിടയ്ക്കൊരു കുത്തിത്തിരിപ്പുണ്ടാക്കി കുഴപ്പമുണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമമാണോ എന്ന് എനിക്കൊരു സംശയം. അതിനെ എതിർത്ത് സംസാരിച്ചിരിക്കുന്നത് ഗണേഷാണ് ആദ്യം രംഗത്ത് വന്നത്. ഗണേഷ് ചില കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ നമുക്ക് അതിനോട് ഞാൻ ഒരുപാട് കാര്യത്തോടെ യോജിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ അദ്ദേഹത്തെ അനുകൂലിച്ച് ഞാൻ നിരവധി വീഡിയോകളും ചെയ്തിട്ടുണ്ട്. പറയാനുള്ളത് നല്ല തൻ്റെ അടുത്തോടി നിയമസഭയിലൊക്കെ പിണറായി വിജയന്റെ മുഖത്ത് നോക്കി ചില കാര്യങ്ങൾ യോജിച്ചിട്ടുണ്ട്. പിണറായി വിജയൻ നിന്ന് ബബ്ബ അടിച്ചു പോയി. അപ്പൊ അന്നെല്ലാവരും പറഞ്ഞത് എന്താണ്, ആന്റണി രാജു കഴിയുമ്പോൾ എത്രയും പെട്ടെന്ന് മന്ത്രി പദവി കിട്ടാൻ വേണ്ടിയുള്ള കിട്ടാത്തുള്ള ആ ദേഷ്യം കൊണ്ടൊക്കെയാണ് എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ അതൊന്നും ഗണേശനൊരു വിഷയമേ അല്ല. ഗണേശന് മന്ത്രി അല്ലെങ്കിലും അദ്ദേഹത്തിന് രാജകീയ സുഖത്തിൽ കഴിയുന്ന ആളാണ്. അപ്പൊ ഗണേശന് ഇത് പറയാൻ എന്നത് ഏത് അടിസ്ഥാനത്തിലാണെന്ന് എനിക്ക് മനസ്സിലാകത്തില്ല. ഈ പ്രേംകുമാർ പറഞ്ഞ പ്രസ്താവനയെ എതിർത്തത് ഇത് വിഷം കലർത്തുന്നുണ്ടെന്ന് ഇത് ഇപ്പൊ ചോദിക്കുക, ആ ഇൻഡസ്ട്രിയിൽ ഒരുപാട് പേര് ജോലി ചെയ്യുന്നില്ലേ? അല്ല, ഇൻഡസ്ട്രിയിലുള്ളവർ അങ്ങനെയാണ് ഈ വിമർശനം ഉന്നയിച്ചാണ് രംഗത്തെത്തിയത്. എത്രയോ പേർ പണിയെടുക്കുന്ന അങ്ങനെ ഒരു ഇൻഡസ്ട്രിയെ തകർക്കാൻ വേണ്ടി ഇത്തരം പ്രസ്താവനകളുമായി രംഗത്ത് വരുന്നത് ശരിയല്ല എന്ന രീതിയിലായിരുന്നു. എന്തായാലും അവര് വിഷം ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കട്ടെന്ന്. അപ്പൊ അപ്പുറത്ത് കഞ്ചാവ് തോട്ടം വളർത്തുകയാണെങ്കിൽ അവിടെ അത് നടുന്നവനെയും അത് വെള്ളമൊഴിക്കുന്നവനെയും പരിപാലിക്കുന്നവനെയും അതിന്റെ വിളവെടുപ്പ് നടത്തുന്നവനെയും അപ്പൊ ആ ഇൻഡസ്ട്രി മുഴുവൻ ഇല്ലാതാക്കുകയല്ലേ ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ഇത് എൻഡോസൾഫാന്റെ ദോഷവശങ്ങൾ അറിയാമല്ലോ. എവിടെയാണ് നമ്മൾ കണ്ടത്? കാസർഗോഡ് ഭാഗത്ത്. അതിനിരയായിട്ടുള്ളവര് ഇപ്പോഴും അവിടെ ഉണ്ട്. സർക്കാർ വേണ്ടത്ര സഹായവും കൊടുത്തിട്ടില്ല. ഇനിയിപ്പോ സർക്കാർ ചിലപ്പോൾ ഈ ടെലിവിഷൻ സീരിയലുകൾ കണ്ട് ഏതെങ്കിലും തരത്തിലുള്ള കുഴപ്പമുണ്ടാക്കുന്നവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ആനുകൂല്യങ്ങൾ കൂടി കൊടുക്കേണ്ടി വരും. ഇത് വലിയ കുഴപ്പമാണെന്നേ. ഈ സീരിയലിന് സെൻസർഷിപ്പ് ഇല്ലല്ലോ, സെൻസറിങ് ഇല്ല. ഇതിപ്പോ ഇന്ന് വൈകുന്നേരം 7 മണിക്ക് കാണിക്കേണ്ട സീരിയൽ ഇപ്പൊ എവിടെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും, അല്ലെ എഡിറ്റിംഗ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും. ഇത് മഹാ തട്ടിക്കൂട്ട് സംഭവമല്ലേ. ഇത് ആൾക്കാരെ പറ്റിപ്പിക്കുന്ന കുറെ പരിപാടികളാണ്. അപ്പൊ നമ്മൾ വിചാരിക്കും അപ്പൊ സിനിമയോ അപ്പോ എന്ന് ചോദിക്കുമായിരിക്കും. സിനിമയിലായാലും ഏത് സംഭവത്തിനകത്തായാലും വഴിതെറ്റിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പൊ നോക്കിക്കേ, നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ മൊബൈലിനകത്ത് ഇപ്പൊ എന്താ നമുക്ക് കിട്ടാത്ത കാര്യങ്ങൾ? ലോകം മുഴുവൻ നമ്മുടെ കൈവെള്ളയിൽ കൊണ്ടുവന്ന് തന്നിരിക്കുക. അതിനോടൊപ്പം അതിലുള്ള ഒരു നടി പറഞ്ഞ ഇതാണ്,
നമുക്ക് വഴിതെറ്റണമെങ്കിൽ ഫോണിലൂടെ വഴിതെറ്റാം, ഈ സീരിയൽ കൊണ്ട് ആരും വഴിതെറ്റില്ല എന്നാണ് നടിയുടെ അഭിപ്രായം. അല്ല, അത് ആ പറയുന്നതിനകത്ത് യോജിപ്പില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഇത് കുടുംബ സദസ്സുകളിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ചോദിക്കും, നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ അതങ്ങ് മാറ്റിക്കൂടെ എന്ന് ചോദിക്കും. അത് മാറ്റേണ്ട ഗതികളിൽ അത് മാറ്റി വെച്ച് കഴിയുമ്പോൾ പിന്നെന്ത് ചെയ്യും? അതിന് വേണ്ടത്ര റീച്ച് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ അതിന്റെ ആ ചാനലുകാരി ഇവരെ അടിപ്പിക്കുമോ? ഇല്ലല്ലോ. ഇതൊക്കെ അതിനകത്ത് ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. അപ്പൊ ഇത് ജനം ഇത് ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് കാണുമ്പോൾ ഇവർക്ക് എന്തുകൊണ്ട് നല്ല സീരിയലുകൾ കൊടുത്തുകൂടാ? വളരെ മോശപ്പെട്ട സീരിയലുകൾ കൊടുത്ത് ഒരു സമൂഹത്തെ മുഴുവൻ വിഷലിപ്തമാക്കുമ്പോൾ അതിന് പ്രേംകുമാറിന് പറയാനുള്ള ധാർമ്മിക അവകാശമുണ്ട്. പ്രേംകുമാർ ചലച്ചിത്ര അക്കാദമി ചെയർമാനാണ്. അഭിനയത്തിന്റെ സകല വശങ്ങളും പഠിച്ചിട്ടുള്ള ആളാണ്. ഞാൻ അതാണ് പറഞ്ഞത്, തൃശ്ശൂർ ഡ്രാമ സ്കൂളിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള ആളാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഗണേശന് എതിർത്തത് ചിലപ്പോൾ അവരുടെ ആ സംഘടനയുമായി ബന്ധപ്പെട്ടു നിന്നുകൊണ്ടുള്ള രീതിയിൽ തന്നെയാണ്. ചുമതലയുണ്ട്, പ്രസിഡന്റ് ആണ്. അതെ, ഗണേശനും കാര്യങ്ങൾ അറിയാം, പക്ഷെ അവരെ സംരക്ഷിക്കണമെന്നുള്ളത് കൊണ്ട്. പക്ഷെ എന്തുകൊണ്ട് ഇതിന് വേണ്ട തരത്തിലുള്ള സെൻസറിങ് വന്നില്ലെന്നുണ്ടെങ്കിൽ ഇത് എൻഡോസൾഫാൻ അല്ല, അതിനും അപ്പുറമുള്ള ഗുരുതരമായ ഒരു ഭവിഷ്യത്ത് ഉണ്ടാക്കും എന്നുള്ളത് ഉറപ്പാണ്. കുടുംബ സദസ്സ് എന്ന് പറഞ്ഞാൽ കുട്ടികളെ എല്ലാവരും ഉള്ളതാണ്. ഇവരെ ഏതെങ്കിലും ഒരു സീരിയലിനകത്തൂടെ എന്തെങ്കിലും തരത്തിലുള്ള സന്ദേശം കൊടുക്കുന്നുണ്ടോ? പണ്ട് കാലത്ത് ഇതൊന്നും ഇല്ലാതിരുന്ന കാലത്ത്, വിഷ്വൽ മീഡിയ ഇല്ലാതിരുന്ന കാലത്ത് എഴുത്തായിരുന്നു ഉണ്ടായിരുന്നത്. അന്ന് ചില ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് എഴുത്തിലൂടെ സാഹിത്യകൃതികൾ പലരെയും നശിപ്പിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. മോശപ്പെട്ട സാഹിത്യകൃതികൾ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അത് പക്ഷെ നമുക്ക് വായിക്കാതിരിക്കാം, പുസ്തകം എടുക്കാതിരിക്കാം. പക്ഷെ അതല്ല ഇവിടെ സംഭവിക്കുന്നത്. ഇത് കുടുംബത്തിലേക്ക് കയറി വരികയാണ്, കുടുംബ സദസ്സിലേക്ക് എത്തുകയാണ്. ടെലിവിഷൻ എന്ന് പറയുന്ന ഒരു സംഗതി, അതിനകത്ത് നമ്മൾ ഓരോ ചാനലിലൂടെയാണ് പോകുന്നത്. അപ്പൊ ഇത് കാണേണ്ട ഒരു അവസ്ഥ വരുന്നു എന്നുള്ളതാണ്. അപ്പൊ പ്രേംകുമാർ ഇതിനകത്ത് പറഞ്ഞതിനകത്ത് വാസ്തവമുണ്ട്. അദ്ദേഹം നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് തന്നെയല്ലേ. അല്ലാതെ അദ്ദേഹത്തിന് ഇപ്പൊ ഇനി അതിനകത്ത് ചാൻസ് കിട്ടാത്തത് കൊണ്ടാണ് എന്നൊക്കെ വേണമെങ്കിൽ ചിലർ പറയും. അതിന്റെ ആവശ്യമൊന്നുമില്ല. അദ്ദേഹം ഇപ്പോൾ LDFന്റെ നല്ല സഹയാത്രികനും അക്കാഡമിയുടെ ചെയർമാനും വൈസ് ചെയർമാനായിട്ടിരുന്നു. ചെയർമാനായിട്ടിരിക്കാനുള്ള യോഗ്യതയും അദ്ദേഹത്തിന് ഉണ്ടെന്നുള്ളതാണ്. അപ്പൊ എന്തായാലും ഈ പറഞ്ഞത് എന്തായാലും ഇതുവരെ അദ്ദേഹം തിരുത്തിയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. ക്ഷമ ചോദിച്ചിട്ടില്ല. അതിന്റെ ആവശ്യമൊന്നും ഇല്ലതാനും. ഉള്ളത് പോലെ പറയുന്നതിന് എന്താ കുഴപ്പം? എൻഡോസൾഫാൻ അല്ല, അതിന് മേലുള്ള ഏതെങ്കിലും വിഷാംശം. എൻഡോസൾഫാൻ എന്ന് അദ്ദേഹം പറഞ്ഞത് അത് എത്രത്തോളം കെടുതി ഉണ്ടാക്കി. ആ കെടുതി ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അതിനെ ഇരയായവർ അതിൽ നിന്ന് അതിജീവിച്ചിട്ടില്ല, അതിൽ കിടന്ന് നരകിക്കുകയാണ് ഇപ്പോഴും. അതാണ് ഒരു വലിയ സമൂഹത്തെ തന്നെ തെറ്റായ ദിശയിലേക്ക് കൊണ്ടുപോകുന്ന ഒന്നായി തീർന്നിരിക്കുകയാണോ ഇത്തരത്തിലുള്ള പരമ്പരകൾ? നല്ല ടെലിവിഷൻ സീരിയലുകളും ഉണ്ട്. ഞാൻ ചോദിച്ചോട്ടെ, ദൂരദർശനിൽ എത്രത്തോളം നല്ല സീരിയലുകൾ കാണിച്ചു അല്ലെ? ഇപ്പൊ രാമായണമായാലും മഹാഭാരതമായാലും പിന്നീട് അതൊക്കെ വലിയ ജനപിന്തുണ കിട്ടിയതാണ്. അതുപോലെ മഹാഭാരതത്തിലെ കഥാപാത്രങ്ങളെ ഒക്കെ വെച്ചുകൊണ്ട് ഉടനെയാണ് ഇനി പറയും അത് സംഘികൾക്കുള്ളതാണ്. രാമായണവും മഹാഭാരതവും ഒരു സംഘിക്ക് ഉള്ളതൊന്നുമല്ല. അതൊക്കെ വായിച്ചിരിക്കേണ്ട കൃതികളാണ്, ക്ലാസിക് കൃതികളാണ്. അപ്പൊ അത് നമ്മൾ അഭ്രപാളികളിൽ കാണുന്നു. തകഴിയുടെ കയർ, മുൾക്കരാജാനന്ദന്റെ കഥകള്, ഇതൊക്കെ നമ്മൾ ടെലിവിഷനിൽ കണ്ടില്ലേ? നല്ല രസകരമായിട്ടുള്ള സംഭവങ്ങളല്ലായിരുന്നു. അതുപോലുള്ളത് മലയാളത്തിൽ ഞാൻ ചോദിച്ചോട്ടെ, ക്ലാസിക് കഥകൾ എടുത്തുകൊണ്ട്, മലയാളത്തിൽ കഥകൾക്കൊന്നും ഒരു കുറവുമില്ല. മലയാള കഥയ്ക്കെന്ന് പറഞ്ഞാൽ ഏതാണ്ട് 100-110 വർഷം പ്രായമായിട്ടുണ്ട്. അതിലെ കഥകൾ എടുത്തുകൊണ്ട് എന്തുകൊണ്ട് ഇവർക്ക് ചെയ്തുകൂടാ? സീരിയലുകൾ, ടെലിഫിലിം ചെയ്തുകൂടാ? വെറും കച്ചവട കണ്ണോടുകൂടി പ്രേംകുമാർ പറഞ്ഞതുപോലെ വിഷം കലക്കി കുടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.